ഇന്ന് ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ ലേസിനെസ്. പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുന്നതിനായി ആദ്യം നാം എന്തുകൊണ്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, ഏത് വർക്കാണ് നമ്മൾ ലേസിയാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൊക്രാസ്റ്റിനേഷനും ലേസിനെസ്സും ഒഴിവാക്കി കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബുക്കാണ് ദ ആർട്ട് ഓഫ് ലേസിനെസ്. നമ്മെ പ്രൊക്രാസ്റ്റിനേഷൻ ലേസിനെസ്സിലേക്ക് നയിക്കുന്നത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സറൗണ്ടിങ്സ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് സംസാരിക്കുന്ന, അത് നേടിയെടുക്കുന്ന ഒരു സർക്കിളിൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ചുറ്റും വളരെയധികം നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന, ലേസി ആയിട്ടുള്ള ഒരു സർക്കിളിലാണ് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു സുഹൃത്ത് എപ്പോഴും നിങ്ങളോട് ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നു, കാഴ്ചകളെ കുറിച്ച്, നേരിട്ട നിരവധി ചാലഞ്ചസിനെ കുറിച്ച്, ഹാപ്പിനെസ്സിനെ കുറിച്ച്. ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി കേൾക്കുന്നത് നിങ്ങളെ ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഈ സറൗണ്ടിങ്സ് നമ്മളെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നിങ്ങളുടെ സറൗണ്ടിങ്സ് ക്ലിയർ ചെയ്യുക. നിങ്ങളുടെ ഗോൾസ് നേടിയെടുക്കുന്നതിനായി തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ എൻവയോൺമെന്റ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യുക. ലൈഫിൽ എല്ലാവരും സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കംഫർട്ട് സോണിന് പുറത്ത് കടക്കാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ലൈഫിൽ നാം ആഗ്രഹിക്കുന്ന വിജയങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് കടക്കുക എന്നത് വളരെ പ്രധാനമാണ്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക, ചാലഞ്ചസ് നേരിടുക, എങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഗ്രോത്ത് നേടാൻ സാധിക്കുകയുള്ളൂ. കംഫർട്ട് സോണിൽ തുടർന്നാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഗ്രോത്ത് നേടാൻ സാധിക്കില്ല. സോ വർക്ക് ഫോർ ദ റൈറ്റ് തിങ്. എപ്പോഴും ഗോൾസിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന സിംഗിൾ സ്റ്റെപ്സ് എടുക്കുക. അത് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇതിൽ പെർഫെക്ഷൻ ഒഴിവാക്കുക. പലപ്പോഴും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മളുടെ ലേസിനെസ്സിലേക്ക് നയിക്കുന്നത്. 5 മിനിറ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങളും പെർഫെക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ 5 മണിക്കൂർ നമ്മൾ അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ പ്രൊക്രാസ്റ്റിനേഷനിലേക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകാറുണ്ട്. മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. പലപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ മൾട്ടി ടാസ്കിങ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി നൽകുന്നതിന് പകരം നമുക്ക് കൂടുതൽ ലേസിനെസ്സിലേക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നത്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ വർക്കുകൾ നമ്മൾ കണ്ടിന്യൂ ആയി സ്വിച്ച് ചെയ്യുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ മെന്റലി എക്സോസ്റ്റഡ് ആക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഫോക്കസ് നഷ്ടമാകുന്നതിനും കാരണമാകുന്നു. ഇത് വർക്കിലെ പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുന്നത് ലൈഫിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കാനും കൺസിസ്റ്റന്റ് ആയിരിക്കാനും നമ്മളെ ഏറ്റവും അധികം സഹായിക്കും. റൊട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും, അതൊരു സ്പോർട്സ് പേഴ്സൺ ആയിക്കോട്ടെ, ഒരു ബിസിനസ് പേഴ്സൺ ആയിക്കോട്ടെ, അവരുടെ വർക്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കാൻ സഹായിക്കുന്നത് ഈ ഒരു റൊട്ടീൻ ആണ്. അതാണ് അവരെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്നത്. ലൈഫിൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനും ആ ഒരു ലേസിനെസ് ഒഴിവാക്കാനും അവരെ സഹായിക്കുന്നത് ഈ ഒരു റൊട്ടീൻ ആണ്. നമ്മുടെ ലൈഫിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ലൈഫിലെ ചില സിറ്റുവേഷനുകളിൽ നോ പറയാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും എല്ലാ കാര്യത്തിലും എല്ലാ ഓപ്പർച്യൂണിറ്റിയിലേക്കും നമ്മൾ യെസ് പറയുന്നത് പിന്നീട് നമുക്ക് തന്നെ ഒരു ബേർഡൻ ആയിട്ട് മാറുന്നതിന് കാരണമാവുന്നു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയുക. അത് നമ്മുടെ സമയം കൺട്രോൾ ചെയ്യുന്നതിനും സേവ് ചെയ്യുന്നതിനും നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നു. ആൻഡ് ഡോണ്ട് വർക്ക് ഫോർ 24 hours. പലപ്പോഴും 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് നാം കരുതുന്നു. എന്നാൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നതിനേക്കാൾ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതിനാണ് പ്രാധാന്യം. 8 മണിക്കൂർ 10 മണിക്കൂർ വർക്ക് ചെയ്തു എന്നതിലല്ല, വർക്ക് എത്ര കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതിലാണ് പ്രധാനം. ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. പലപ്പോഴും ശരിയായ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതാണ് നമ്മളെ ലേസിനെസ്സിലേക്ക് ഏറ്റവും കൂടുതൽ നയിക്കുന്നത്. ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു ആങ്സൈറ്റിയും ഫ്രസ്ട്രേഷനും ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇത് പിന്നീട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലേക്കും നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിച്ചേരുന്നു. സോ ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കാതെ നിങ്ങളുടെ ഗോൾസ് എന്താണോ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടുന്ന ചെറിയ സ്റ്റെപ്സ് എടുക്കുക. വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലും ഏറ്റവും കൂടുതൽ നെർവസ് ആക്കുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോൾസിന് വേണ്ടുന്ന ചെറിയ സ്റ്റെപ്സുകൾ എടുക്കുക. എപ്പോഴും എല്ലാ കാര്യങ്ങളും നാം തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ലേസിനെസ്സിലേക്ക് നമ്മെ നയിക്കുന്നത്.
എത്ര ടിപ്സ്, എത്ര ടെക്നിക്, എത്ര ഹാക്ക് ഇതൊക്കെ അറിഞ്ഞിരുന്നാലും നമ്മൾ എല്ലാ വർക്കും നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു വർക്ക് ലോഡാണ് പലപ്പോഴും നമ്മളെ ഈ ഒരു പ്രൊക്കാസ്റ്റിനേഷനിലേക്ക് നയിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനായി ഒരാളെ ഹയർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കുക. ഇത് നമ്മളുടെ വർക്ക് ലോഡ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും വർക്ക് ചെയ്യുന്നതിന് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നു.